പോടാ, എന്താ ഇത്രയും ഫാസ്റ്റ്? അമ്മ ഓക്കെ. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ മച്ചാനെ കണ്ടുവച്ചു. അപ്പോൾ കണ്ടുമുട്ടി. അപ്പോൾ അവനെ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിതാ വണ്ടി അവനെ ഓടിക്കാൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കാറാണ്, ഓക്കെ നല്ല സൂപ്പർ കാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിവിക്ക് അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ലുക്കിലാണ്, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ നമ്പർ പ്ലേറ്റ് മെയിൻലി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചേഞ്ച് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് 2 ദിവസം മുമ്പേ ആണെന്ന് തോന്നുന്നു ഒരു എന്താ അറിയില്ല, ഒരു ബഗ് കാരണം കേസ് എൻ്റെ അത്യാവശ്യം കാറുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. എന്തായാലും എൻ്റെ വലിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത ഈ ഒരു സിവിക്കിലാണ് കേസ്. ആ സിവിക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സങ്കടം പോലെയാണ്. ബഗ് ഫിക്സ് ആവുന്ന ഈ അപ്ഡേറ്റിലൊക്കെ ഓടിച്ചത് പറഞ്ഞായിരുന്നു. ഞാൻ ഈ ബഗ്ഗിൻ്റെ കാര്യം കുറേയായി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ബഗ്ഗിൻ്റെ ഒരു കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് സിവിക്ക് മാത്രം പോയതുകൊണ്ട് ഭാഗ്യം. കാരണം സിവിക്ക് 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വണ്ടി ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വലിയ വണ്ടികളൊന്നും ഈ വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ടാണ് കേസ്. ബാക്കിയുള്ള വണ്ടിയൊന്നും പോവാത്ത ഒരു നല്ലതന്നെ. അപ്പോൾ ഞാനിത് പിന്നെ ഒന്ന് റീബിൽഡ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ മുന്നേത്തെ സിവിക്കിൽ തന്നെ ഇങ്ങനെ വാസ്കോ വൈറ്റി ഒഫീഷ്യൽ ഒന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ വാസ്കോ വൈറ്റി ഒഫീഷ്യലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പണ്ടത്തെ ആ ഒരു സ്റ്റിക്കറും കൂടി വെച്ചിട്ടുണ്ട്. ഇവരുടെ ഇത് കാട്ടിലാണ് എന്നെ കൊണ്ടുവന്നേ. നീ എന്നെ അധോരമായിട്ട് മടക്കി കൊണ്ടുവന്നേ. ഇവന് എവിടെയാണ് എന്നെ കൊണ്ടുവന്നേ? ഓക്കെ, ഇതിൽ എനിക്കൊരു ടാസ്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ വിമാന് ഇപ്പോൾ ആവുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് ഞാനൊരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു റൂം വിട്ട് കയറി തന്നെ. അപ്പോൾ ആ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണം എനിക്കൊരു വേറൊരു കാറ് നോക്കിയിട്ട് എടുക്കാൻ. എനിക്ക് നമ്മളെ BMW M3 സീരീസ് എടുത്തിട്ട് നമ്മളെ എന്തായിരുന്നു പറയുക, NFSലത്തെ ഈ ഒരു ഇൻട്രോയിലുണ്ടാകുന്ന BMW ഉണ്ടാവില്ലേ, ആ BMW ആക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇപ്പം തന്നെ കുറച്ച് ലെങ്താകുന്നുണ്ട്. ഈ വീഡിയോ എങ്കിലും ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് തീർക്കണമെന്നാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോറിയോ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. വണ്ടീൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവന് ഒടുക്കത്തൊരു പ്രോ ഡ്രൈവറാണ് കേട്ടോ. ഇങ്ങനെ ഇടിക്കുന്നൊന്നുമില്ല, മാരകമായിട്ട് അങ്ങനെ ഇടിക്കുന്നൊന്നുമില്ല. നല്ലൊരു പ്രോ ഡ്രൈവറാണെന്ന് തോന്നുന്നു. എൻ്റെ മുന്നത്തെ സിവിക്കിലായിട്ടാണെങ്കിൽ ഇവൻ്റെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഈ ഓക്കെ ചങ്ങായി മാസാക്കുന്നുണ്ട്. ഓക്കെ, ചങ്ങായി മാസാക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രോ ഡ്രൈവറാണോ നമുക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ഓരോ നിമിഷവും ഇവനൊരു അറ്റമിങ്ങനെ തൊട്ടിൻ്റെ ഉള്ള മട്ടിൽ ഓടിക്കുമ്പോൾ എനിക്ക് പേടിയാവണം ഗൈസ്. ഇപ്പം അടിക്കുമോ വീട്ടിൽ. അപ്പോൾ നമ്മളെ മച്ചാനെ പരിചയപ്പെടാം. ഹലോ ബ്രോ. ഓക്കെ, ഇതാണ് നമ്മളെ മച്ചൻ. ഹലോ ബ്രോ, ഞാൻ വണ്ടി ഇപ്പം നല്ല ഫാസ്റ്റായി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവന് നല്ലോണം വണ്ടിയിൽ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ പേരൊക്കെ ഒന്ന് ചോദിക്കാം. എൻ്റെ പേര് ബ്രോസ്കി അല്ലേ? നിൻ്റെ ID അല്ലേ? അല്ല, ID അല്ലേ, നിൻ്റെ CPMൻ്റെ പേരല്ലേ? അപ്പം നിൻ്റെ ശരിക്കുള്ള പേരെന്നാ? അതാണ് ബ്രോസ്കി. നെയിം റിവീലൊന്നും ഇപ്പോൾ ചെയ്യണ്ട, പിന്നെ എപ്പം ചെയ്യാനാണ്.
സബ്സ്ക്രൈബറായിട്ടും ഒന്ന് നെയിം റിവീൽ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രോ നമ്മൾ പിന്നെ ചെയ്യാം. അയ്യോ അപ്പോൾ ഗൈസ് നമ്മളെ നെറ്റ് നൈസായിട്ട് ലൂസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ചില്ലാത്തതിലുണ്ട് ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റാ ബൈ ബൈ.